ക്രിസ്തുവിൽ പ്രിയരെ, വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള പരിശുദ്ധ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന വചനഭാഗമാണ്. വ്യത്യസ്തരായ 2 പേരോടുള്ള വേറിട്ട 2 പിറവി പ്രവചനങ്ങൾക്ക് ശേഷം അതും സഖറിയായ്ക്കും പരിശുദ്ധ മറിയത്തിന് നൽകിയ മാലാഖമാരുടെ സന്ദേശത്തെ തുടർന്ന് 2 അമ്മമാർ തമ്മിലുള്ള കണ്ടുമുട്ടലാണ് വിശുദ്ധ ലൂക്ക വിവരിക്കുന്നത്. ഇന്നത്തെ തിരുവചനത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ 2 സ്ത്രീകളുടെ അല്ലെങ്കിൽ അമ്മമാരുടെ ജീവിതവും ജീവിത ശൈലികളും വിശുദ്ധ ലൂക്ക നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. 1-ാമത്തെ വ്യക്തി രക്ഷകൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധ മറിയമാണ്. 2-ാമത്തെ വ്യക്തി യേശുവിന് വഴിയൊരുക്കുവാൻ നിയോഗിക്കപ്പെട്ട സ്നാപകൻ്റെ അമ്മയാണ്, എലിസബത്താണ്. പരിശുദ്ധ മറിയം കന്യകയും അമലോത്ഭവയും വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന പെൺകുട്ടിയുമായിരുന്നു. എലിസബത്ത് ആകട്ടെ വൃദ്ധയും വന്ധ്യയും ആയിരുന്നു. എന്നാൽ ദൈവകാരുണ്യത്തിനും ദൈവകൃപയ്ക്കും ഇരുവരും പാത്രീഭൂതരായിത്തീരുന്നു. തനിക്ക് ലഭിച്ച ദൈവകൃപയെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്ന പരിശുദ്ധ മറിയം അതോടൊപ്പം തൻ്റെ ബന്ധുവായ എലിസബത്തിന് ലഭിച്ച മഹത്തായ ദൈവകരുണയെക്കുറിച്ച് അറിയുവാനും അവളെ ശുശ്രൂഷിക്കുവാനും ഉത്സുകയായിത്തീരുന്നു. അതിനാൽ യൂദയായിലെ മലമ്പ്രദേശത്തുള്ള പട്ടണത്തിലേക്ക് പരിശുദ്ധ മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്നാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നസ്രത്തിൽ നിന്ന് എലിസബത്തിൻ്റെ വാസസ്ഥലമായ ഐൻകരീം എന്ന പട്ടണത്തിലെത്തുന്നു. ഈ പട്ടണത്തിലേക്കുള്ള ദൂരം ഏകദേശം 144 കിലോമീറ്ററോളമാണ്. വളരെ ദുർഘടമായ വഴിയിലൂടെ കുറഞ്ഞത് 3 ദിവസത്തെ യാത്രയെങ്കിലും ചെയ്ത് മറിയം എലിസബത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരുന്നു. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ലാത്ത കാലഘട്ടത്തിലാണ് പരിശുദ്ധ മറിയം ഈ യാത്ര നടത്തിയെന്നതും വ്യക്തമാണ്. എലിസബത്തിനെ കാണാൻ മാത്രമായിരുന്നില്ല ഈ യാത്ര, എന്നാൽ ഗർഭസ്ഥാവസ്ഥയിൽ എലിസബത്തിനെ സഹായിക്കുവാനും ശുശ്രൂഷിക്കുവാനുമായിരുന്നു. വിശുദ്ധ അഗസ്തീൻ്റെ വാക്കുകളിൽ ഉണ്ണിയേശുവിനെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ച പരിശുദ്ധ മറിയം യേശുവിന് ലോകത്തിന് നൽകുന്ന പ്രക്രിയ, അതായത് സുവിശേഷവൽക്കരണവും പ്രേക്ഷിത ശുശ്രൂഷയും സാക്ഷ്യവും ഇവിടെ നൽകുകയാണ്. എല്ലാ തരത്തിലുള്ള പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കും വലിയ പ്രചോദനമായി പരിശുദ്ധ മറിയം വിരാജിക്കുന്നു. അങ്ങനെ പരിശുദ്ധ മറിയം പ്രേക്ഷിത മാതാവും ക്രിസ്തു സാക്ഷിയുമാണ്. പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ പറയുന്നത് പോലെ ആദ്യ ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തിയത് പരിശുദ്ധ കന്യകാ മറിയമാണ്. കാരണം പരിശുദ്ധ മറിയം യേശുവിനെയും സംവഹിച്ചുകൊണ്ട് ഏകദേശം 144 കിലോമീറ്റർ അകലെയുള്ള ഐൻകരീമിലെ എലിസബത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരുന്നു. 2 സാമുവേൽ 6:2 വിവരിക്കുന്ന വാഗ്ദാന പേടകം കൊണ്ടുപോയ വഴി തന്നെയാണ് പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകമായ പരിശുദ്ധ മറിയം ക്രിസ്തുവിനെയും വഹിച്ചുകൊണ്ട് നടത്തിയത്. ഈ വഴിയിലൂടെയാണ് യേശു ജെറുസലേമിലേക്കുള്ള യാത്ര നടത്തിയതെന്നും സാക്ഷിക്കുന്നു. എല്ലാ പ്രേക്ഷിത യാത്രകളും വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമാകണമെന്നും ക്രിസ്തു കേന്ദ്രീകൃതമാകണമെന്നുള്ള സൂചന നൽകുന്നു. പരിശുദ്ധ മറിയവും എലിസബത്തും കണ്ടുമുട്ടുന്ന വിധം ചുരുങ്ങിയ വാക്കുകളിലാണ് വിശുദ്ധ ലൂക്ക അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ മറിയം എലിസബത്തിനെ അഭിസംബോധന ചെയ്തു, എന്നാൽ അഭിസംബോധന രീതിയോ പറഞ്ഞ വാക്കുകളോ ഇവിടെ പ്രസക്തമല്ല. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടുകയും എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി മാറുകയും ചെയ്തു. പരിശുദ്ധ മറിയത്തിൻ്റെ ഉദരത്തിലെ യേശുവിൻ്റെ സാന്നിധ്യം എലിസബത്തിനെ വലിയ ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നു. മിശിഹായുടെ സാന്നിധ്യമാണ് എലിസബത്തിനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നയിക്കുന്നതെങ്കിലും അത് സംഭവിക്കുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ അഭിവാദനത്തിലൂടെയാണ്. പെന്തക്കോസ്താ ദിനത്തിൽ ശിഷ്യർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വേളയിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ശക്തമായിരുന്നു. തുടർന്ന് ശിഷ്യർ പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിലൂടെയും ജ്ഞാനസ്നാനത്തിലൂടെയും മറ്റുള്ളവർക്ക് നൽകുന്നു. എന്നാൽ ആദ്യമായി പരിശുദ്ധാത്മാവിനെ മറ്റുള്ളവർക്ക് നൽകുന്നതിനുള്ള ഉപകരണമായി പരിശുദ്ധ കന്യകാ മറിയം മാറി. പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥത നമ്മയും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും ആനന്ദവും സന്തോഷവുമുള്ളവരായി ജീവിക്കുവാനും ക്രിസ്തു പ്രഘോഷകരായി മാറ്റുകയും ചെയ്യും. എലിസബത്ത് മറിയത്തിൻ്റെ ഗർഭസ്ഥ
ശിശുവിന് എൻ്റെ കർത്താവ് എന്നും പരിശുദ്ധ മറിയത്തെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നും തിരിച്ചറിയുകയും തൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. കർത്താവ് എന്നാൽ പുറപ്പാടിൻ്റെ പുസ്തകം 3:14 ദൈവം മോശയോട് വെളിപ്പെടുത്തി കൊടുത്ത യാവേ എന്ന ദൈവിക നാമമാണ്. എലിസബത്ത് ഒരു വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധ മറിയത്തെ പുകഴ്ത്തുന്നു. എലിസബത്തിൻ്റെ വാക്കുകൾ ക്രിസ്തു ശാസ്ത്രവും മരിയ ശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്നു. യേശുവിനെ തൻ്റെ കർത്താവായി സ്വീകരിക്കുന്നവർ അവിടുത്തെ അമ്മയെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പ്രകീർത്തിക്കും. എലിസബത്ത് പരിശുദ്ധ മറിയത്തെ വിളിച്ച അഭിദാനം കർത്താവിൻ്റെ അമ്മ എന്നത് കാലാന്തരത്തിൽ പരിശുദ്ധ മറിയം ദൈവജനനി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അമ്മ, ഗ്രീക്കിൽ തെയോത്തോക്കോസ് എന്ന സഭയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് നയിച്ചു. ദൈവം ക്രിസ്തുവിൽ പൂർത്തിയാക്കുന്ന രക്ഷാചരിത്രത്തിൽ നിർണായകമായി പങ്കുവഹിക്കുവാൻ ദൈവം പരിശുദ്ധ മറിയത്തെ വിളിച്ചു. പരിശുദ്ധ മറിയത്തെ വിശ്വാസികൾക്ക് മാതൃകയും എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന പുകഴ്ത്തുന്ന പാരമ്പര്യം പകരുവാൻ പരിശുദ്ധാത്മാവ് എലിസബത്തിനെ ശക്തീകരിക്കുകയും ചെയ്തു. ഗബ്രിയേൽ ദൂതൻ തുടക്കമിട്ട മരിയസ്തുതി എലിസബത്ത് തുടരുന്നു എന്ന് ഇത് സൂചിപ്പിക്കുന്നത് രക്ഷാകരമായ കാലത്തിൻ്റെ അടയാളമായാണ്. പരിശുദ്ധ മറിയം 3 മാസം എലിസബത്തിനെ ശുശ്രൂഷിക്കുക വഴി ശുശ്രൂഷയുടെയും സേവനത്തിൻ്റെയും വലിയ മാതൃക നൽകുന്നു. ഉദരത്തിലെ യേശുവിൻ്റെ സാന്നിധ്യമാണ് പരിശുദ്ധ മറിയത്തെ ശുശ്രൂഷയ്ക്കായി ധൃതിയിൽ എത്തിച്ചതും അതിന് പ്രേരിപ്പിച്ചതുമെന്ന് മനസ്സിലാക്കാം. യേശുവിനെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്നവരെല്ലാം പരിശുദ്ധ മറിയത്തെ പോലെ ധൃതി പിടിക്കുന്നവരും തീഷ്ണതയുള്ളവരുമായി മാറുന്നു. എമ്മാവുസിലേക്ക് പോയ ശിഷ്യർ ഉദ്ധിതനെ കണ്ടുമുട്ടിയപ്പോൾ ആ രാത്രിയിൽ തന്നെ ആ സന്തോഷം പങ്കുവയ്ക്കുവാൻ ജെറുസലേമിലേക്ക് മടങ്ങി. മഗ്ദലന മറിയവും മറ്റ് സ്ത്രീകളും ധൃതിയിൽ ശിഷ്യരുടെ അടുക്കലേക്ക് ഉദ്ധിത അനുഭവം പങ്കുവയ്ക്കുവാൻ കടന്നു വരുന്നു. പത്രോസും യോഹന്നാനും ധൃതിയിൽ കല്ലറയിൽ ഉദ്ധിതനെ ദർശിക്കുവാൻ കടന്നു ചെല്ലുന്നു. സമരിയാക്കാരെ ധൃതിയിൽ കുടമുപേക്ഷിച്ച് പട്ടണത്തിലെത്തുന്നു. യേശുവുമായുള്ള കണ്ടുമുട്ടലാണ് സുവിശേഷവൽക്കരണത്തിലേക്കും പ്രേക്ഷിത ദൗത്യത്തിലേക്കും ജീവിത സാക്ഷ്യത്തിലേക്കും നയിക്കുന്നത്. ഇന്നത്തെ തിരുവചനം നൽകുന്ന സന്ദേശം: 1. ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആനന്ദവും പ്രത്യാശയും പരിശുദ്ധാത്മാവിനെയും നൽകുവാൻ ക്രിസ്തു സാക്ഷികൾക്ക്, ക്രിസ്തു വിശ്വാസികൾക്ക് കഴിയണം. 2. ദൈവാനുഭവത്തിൽ നിറഞ്ഞ നന്മയും സേവനവും ശുശ്രൂഷയും ചെയ്യുവാൻ കഴിയണം. 3. ദിവ്യകാരുണ്യ അനുഭവവും വചനാനുഭവവും പങ്കുവയ്ക്കലിലേക്കും പ്രേക്ഷിതത്വത്തിലേക്കും നയിക്കണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.